80-കാരി ഏലിയമ്മ വർഗീസിനെ മർദ്ദിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കൂടിയായ മരുമകൾ മഞ്ജുമോൾ തോമസ് ആണ്. മകൻ വീട്ടിലില്ലാത്ത സമയത്ത് മരുമകൾ മർദ്ദിച്ചുവെന്ന് കാണിച്ച് വയോധിക തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകി. പരാതിക്ക് പിന്നാലെയാണ് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, കൊല്ലത്തും മഞ്ജു എന്നൊരു സ്ത്രീ 80 വയസ്സുള്ള വയോധികയെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ മർദ്ദിച്ച വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ സ്ത്രീക്ക് ഗുണ്ടിനി എന്നും മറ്റു പല പേരുകളും പല ചാനലുകളിലും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്ന പല റിയാക്ഷൻ ചാനലുകളിലും ആ സ്ത്രീക്ക് ഒരുപാട് പേരുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ വീഡിയോ എടുത്തവരും ആ സ്ത്രീക്ക് മാനസികമല്ല, പകരം ഇങ്ങനത്തുള്ള വർഗീയമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം ക്രൂരത കാണിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയുള്ള സ്ത്രീയാണ് എന്നും പറയുന്നത് കേട്ടു. സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിൽ ആ സ്ത്രീ ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ ടീച്ചറാണ്. കൂടെ ആ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയേറെ മോശം അഭിപ്രായമാണ് ഈ ടീച്ചറെ കുറിച്ച് എന്നൊക്കെ ഈ സീക്രട്ട് ഏജൻറ്റിന് കുറേ കുട്ടികളൊക്കെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു എന്നാണ് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ സ്കൂളിൽ ചെന്നിട്ട് ആ ടീച്ചറെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ ആ ടീച്ചറെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സ്കൂളിന് അഭിമാനമാണ് ഈ ടീച്ചർ എന്ന് പോലും ആ പ്രിൻസിപ്പാൾ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പ്രിൻസിപ്പാളിനോട് പോയിട്ട് സംസാരിക്കുന്ന ടീച്ചർ, കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ടീച്ചർ, ഈ സ്കൂളിനും ടീച്ചറിൻ്റെ പ്രവൃത്തിയിലൊക്കെ ഒരു അഭിമാനം തോന്നണമെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ അത്രത്തോളം ബെറ്റർ ആയിരിക്കും കേട്ടോ സ്കൂളിൽ. ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഒരു ടീച്ചറായാലും കുട്ടികളായാലും അവരുടെ ഒരു 8-10 മണിക്കൂർ വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്കൂളുകളിലാണ് ചിലവഴിക്കുന്നത്. ബാക്കി വീട്ടിൽ വരാം, വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കിടന്നുറങ്ങാം. ഇത് തന്നെയാണ് വീട്ടിലെ പരിപാടി. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിന് എത്ര കാലം അവർ ടീച്ചറായിട്ട് നിൽക്കുന്നു അത്രയും കാലത്തിൻ്റെ ഒരു 80% അവർ സ്കൂളുകളിലായിരിക്കുള്ളൂ അവരുടെ ലൈഫ്. അപ്പോൾ ആ സ്കൂളിൽ ഇത്രത്തോളം നല്ല ഒരു രീതിയിലാണ് അവരെന്നെങ്കിൽ എന്തുകൊണ്ടായിരിക്കും വീട്ടിൽ മാത്രം അവർ ഇത്രത്തോളം ക്രൂരത കാണിക്കുന്നു? ഇപ്പം ആ പറയുന്ന 80 വയസ്സുള്ള വയോധികയുടെ ആ ഉപദ്രവിക്കുന്ന വീഡിയോ ഒക്കെയാണ്. ഒരു പാവം നടക്കാൻ പോലും കഴിയാതെ ഇണങ്ങി പോകുന്ന സമയത്താണ് ഈ ടീച്ചറുടെ ഈ ക്രൂരത. വളരെ മോശം കാര്യമാണ് കാണിക്കുന്നത്. ആ ഉന്തി വിടുന്നതിൻ്റെ ഇടയിൽ ആ സ്ത്രീയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്, മുട്ട് പൊട്ടിയിട്ടുണ്ട്, ഒക്കെയാണ്. ഇനി ആ വീഴുന്നതിൻ്റെ ഇടയിൽ തലവെടുങ്ങളിൽ ഇടിച്ച് മരണപ്പെടാൻ പോലും സാധ്യതയുണ്ട്. അപ്പോൾ ആ കാണിച്ച ക്രൂരതയാണ്. അതേപോലെ തന്നെ കുട്ടിയെ കൊണ്ട് തല്ലിച്ചതും വളരെ വലിയ ക്രൂരതയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? ഒന്നുകൂടെ ചോദിക്കും, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ ആരെങ്കിലും ഉപദ്രവിക്കും? ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ അമ്മായിയമ്മയെ തല്ലണം തോന്നിയിട്ടുണ്ട്? എത്ര പേർക്ക് നിങ്ങളുടെ അമ്മായിയമ്മയിൽ നിന്നിട്ടും നിങ്ങൾക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഏതൊരു വീട്ടിൽ കെട്ടിക്കൊണ്ടുവരുന്ന സ്ത്രീകളും അവിടുത്തെ മകളല്ല, മരുമകൾ തന്നെയാണ്. ആ രീതിയിൽ തന്നെ ആയിരിക്കുള്ളൂ അവിടുത്തെ അമ്മമാരും ആ സ്ത്രീകളെ കാണുന്നത്. അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ആ കയറി വരുന്ന മരുമകൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ മഞ്ജു എന്ന സ്ത്രീയുടെ ഭർത്താവ് രണ്ടാമത്തെ വിവാഹമാണ്. ആദ്യത്തെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ആണെങ്കിൽ ആവാനുള്ള കാരണം എന്താണ്? ആരാണ് അതിനുള്ള കാരണം? ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടും. ഈ പറയുന്ന ഈ വയോധിക 80 വയസ്സുള്ള ഈ വയോധികയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ക്രൂരതയാണ് ഈ മഞ്ജു എന്ന സ്ത്രീ ചെയ്തിരിക്കുന്നത്. 6 വർഷമായിട്ട് ക്രൂരതകൾ അനുഭവിക്കുന്ന വയോധികയാണ്. അവർ പറയുന്നതിൽ അവരുടെ സംസാരത്തിൻ്റെ ഡയലോഗിൻ്റെ ആ വെർഷൻ കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ഈ വയോധികയുടെ ഒരു മെൻറ്റാലിറ്റി. അവർ ഈ കാണുന്ന പോലെ പയ്യെ നടന്നു പോകുന്ന സ്ത്രീ ഇപ്പോഴാണ്. മുമ്പ് ഈ മഞ്ജു എന്ന സ്ത്രീക്ക്, ഈ മരുമകൾക്ക് ഈ അമ്മായിമ്മയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളായിരിക്കും ചിലപ്പോൾ ഇന്ന് തിരിച്ചു കൊടുക്കുന്നത്. ഇന്ന് വയോധികർക്ക് തിരിച്ചടിക്കാൻ കഴിയാണ്ടായപ്പോൾ മഞ്ജു എന്ന സ്ത്രീയിൽ നിന്ന് തിരിച്ചടി കിട്ടിത്തുടങ്ങി. അങ്ങനെയും ചിന്തിച്ചൂടെ? ഇനി വേണമെങ്കിൽ ആ സ്കൂളിൽ ടീച്ചറെ കുറിച്ച് അവിടുത്തെ പ്രിൻസിപ്പാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്കാം. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ മഞ്ജു എന്ന സ്ത്രീ ആ സ്കൂളിലെ കുട്ടികളോടും ഈ ടീച്ചർമാർക്കിടയിലും ഉണ്ടാക്കിയ അഭിപ്രായം. അത്രയും നല്ല അഭിപ്രായമുള്ള ഒരു സ്ത്രീ വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരു 80 വയസ്സുള്ള വയോധിക, നടക്കാൻ പോലും കഴിയാത്ത, ഇപ്പം ഈ വീഡിയോയിലൊക്കെ പറയുന്ന പച്ചപ്പാവമായ ഒരു അമ്മയോട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവണം. എന്തിനു താല്പര്യമായ ടീച്ചർ പറയുന്നത് കേട്ടു നോക്ക്. മറ്റേ അങ്ങനെ സ്കൂളിൽ ഇന്ന് വരും കാര്യം എനിക്ക് അങ്ങനെ പറയാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലില്ല, അവിടെ എല്ലാവരെയും ശ്രദ്ധിക്കും. മഞ്ജു നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണും. എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. നല്ല പിള്ളേർക്ക് ഇവർ ഹയർ സെക്കൻഡറി പിള്ളേരാണെന്നൊന്നും കരുതിയല്ല, കൊച്ചു പിള്ളേരെ ഞാൻ ഹൈസ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് എനിക്കറിയാം. കൊച്ചു പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അതേ സ്റ്റൈലിൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു വരും. അപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞു വളരെ നല്ലതായിട്ടാണല്ലോ മഞ്ജു. അതുപോലെ ഞാൻ ഒത്തിരി ഒരുങ്ങിയ സിസ്റ്ററെ, എൻ്റെ ലെവൽ അവർക്ക് കിട്ടത്തില്ല. കാര്യം പുള്ളി ജനിച്ച് വളർന്നത് ബോംബെയിലല്ലേ, അതുകൊണ്ട് പുള്ളിക്ക് അത്ര മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പറ്റുന്ന രീതി വളരെ സിംപ്ലിഫൈ ചെയ്ത് പുള്ളി ആദ്യം ഗ്രാമറൊന്നും ഈ അനൂപ് സാറിനോട് ചോദിച്ചാലും അറിയാം, ഇപ്പം ആരും അങ്ങ് ശ്രദ്ധിക്കത്തില്ല. ബിഹൈൻഡ് ദ കർട്ടൻ എന്നാണ് പറഞ്ഞ ഗ്രാമർ. പക്ഷെ പുള്ളി എന്ത് ചെയ്യും, നന്നായിട്ട് ഗ്രാമർ തൊട്ട് പഠിപ്പിച്ച് നന്നായിട്ട്. അതുകൊണ്ട് നമുക്കത് പുള്ളിയിലേ. അതേപോലെ പിള്ളേരോട് ആവശ്യത്തിന് സ്ട്രിക്റ്റാണ്. അത് വേണമല്ലോ, ഈ ഹയർ സെക്കൻഡറി കുട്ടികളോട് ആവശ്യത്തിന് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഒരു തരത്തിന് നല്ല സ്നേഹവും ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പിള്ളേർക്കും വളരെ കാര്യമാണ് ടീച്ചറിനോട്. അപ്പോൾ ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാര്യം
മഞ്ജു ടീച്ചർ ആക്ച്വലി അല്പം സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുമെങ്കിലും പിള്ളേരെ ഒരു സൈഡിൽ വന്ന് എന്നോട് ഓരോ കാര്യത്തിൽ പിള്ളേർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. സിസ്റ്ററെ ആ കുഞ്ഞുങ്ങൾക്ക് അനുവദിക്കുക, സിസ്റ്ററെ അവർക്ക് അത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് പുള്ളി അങ്ങ് സ്ട്രിക്റ്റ് ഒരു തരത്തിൽ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഇന്നേ പുള്ളിക്ക് കരുതലാണ് പിള്ളേരോട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഒത്തിരി വിഷമം തോന്നിയത്. ഇല്ല കാര്യം അതാണ്. അത് കണ്ടപ്പം നമ്മുടെ ഒരു ടീച്ചർ ആയതിൽ സങ്കടം വന്നു. പക്ഷെ പുള്ളി ഇവിടെ ആയിരുന്നപ്പം എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു ഇവിടുത്തെ. ഒന്നോർത്ത് വയ്ക്കാം, മറ്റുള്ളവരെ മക്കളെ പോലും സ്വന്തം പഠിപ്പിക്കുന്ന സ്വന്തം കുട്ടികളായി ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ടീച്ചർ സ്വന്തം അമ്മയായി കാണാതിരിക്കുമോ? അങ്ങനെ കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അമ്മയുടെ ഉണ്ടാക്കില്ലേ, ഈ അമ്മായിമ്മയുടെ ഉണ്ടാക്കില്ലേ, അഥവാ ഈ വയോധിക സ്ത്രീയുടെ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ, എല്ലാവരും ഭാഗങ്ങൾ ചോദിക്കണം. ഇന്ന് ഞാൻ കണ്ടിരുന്നു, ആ വ്യക്തിയെ കോടതിയിൽ നിന്നും ജാമ്യം തള്ളി. കുട്ടികളെ നോക്കാൻ വേണ്ടിയുള്ള ജാമ്യം ചോദിച്ചിട്ട് പോലും ജാമ്യം തള്ളി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റൂ. അതെല്ലാവർക്കും ഒരു പാഠമാകുകയും വേണം. കാരണം ഇതുപോലെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ കഴിയില്ല. പക്ഷേ അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് കേൾക്കണം. 6 വർഷമായിട്ട് ഈ സ്ത്രീയുടെ നിന്നും ആ വയോധിക ഇത്രയും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അത് കാണുന്ന ഭർത്താവിനെ അത് തടയാൻ കഴിയണം. ഇനി പറ്റൂല എന്നുണ്ടെങ്കിൽ ഇവരെ വേറെ ഒരു വീടെടുത്തിട്ട് താമസിപ്പിക്കാൻ കഴിയണമായിരുന്നു. കാരണം ഈ പറയുന്ന ടീച്ചർക്കാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കാര്യങ്ങൾ അവർക്ക് നടത്തിയെടുക്കാൻ കഴിയും. ഡിവോഴ്സ് ചെയ്യാനോ പറഞ്ഞു വിടാനൊന്നും ഞാൻ പറയുന്നില്ല. പകരം അവരെ വേറെ വീടെടുത്ത് താമസിക്കാം, അമ്മയെ വേറെ വീടെടുത്ത് താമസിക്കാം, എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ അതൊന്നും നോക്കാതെ ഈ വഴക്കിൻ്റെ ഇടയിൽ തന്നെ കൊണ്ടിട്ടിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന രീതിയിൽ നോക്കിയാൽ ഭർത്താവിൻ്റെയും കൊണ്ട് തെറ്റ്. അയാൾ മദ്യപിച്ച് വരെ കിടന്നുറങ്ങാം, വീട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും നോക്കണ്ട, നൈറ്റ് ഡ്യൂട്ടിയാണ്, രാത്രി കിടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട, നേരെ ജോലിക്ക് പോവുക, രാവിലെ വന്നതിന് നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ എന്തായാലും കിടന്നുറങ്ങില്ല തന്നെ ഇരിക്കുള്ളൂ. പിന്നെ സുഹൃത്ത് വീഡിയോ എടുത്ത കാര്യം പറയണ്ട, എനിക്ക് തെളിവിന് വേണ്ടിയാണ്. ആ തള്ളിയിടുന്ന സമയത്ത് ഇവൻ തെളിവിന് വേണ്ടി വീഡിയോ എടുക്കുന്ന സമയത്ത് തല്ലടിച്ച് വീണിട്ട് മരിച്ചിരുന്നെങ്കിൽ ആ തെളിവ് കൊണ്ട് എന്തിട്ട് ഉപകാരം? ഒരു ജീവൻ പോയി കിട്ടൂലേ? തന്നും തടി കൊണ്ടല്ല. പിന്നെ അത് പറയണ്ടല്ല, ഈ സ്ത്രീ ഡ്രസ്സ് പൊക്കി കാണിച്ചു കൊടുത്തു, അത് വളരെ മോശമായ കാര്യമാണ്. സ്വന്തം ഭർത്താവിനല്ല വീട് കൊടുക്കുന്ന മറ്റൊരു വ്യക്തിയുടെ ക്യാമറയ്ക്ക് മുന്നിലാണ് ഡ്രസ്സ് പൊക്കി കാണിച്ചു കൊടുത്തത്. വളരെ മോശമായ ഒരു പരിപാടി തന്നെയാണ്. പക്ഷേ എന്ത് അധികാരത്തിലാണ് ഈ സുഹൃത്ത് വീട് കൊടുക്കുന്നത്? ഭർത്താവിനോട് വീട് കൊടുക്കാൻ പറയാമായിരുന്നു. സുഹൃത്ത് വീട് കൊടുക്കേണ്ട ആവശ്യമുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. തെളിവിന് വേണ്ടിയാണ്. ഇനി ഇത്രയും നാളുകൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് തെളിവില്ല എന്നതിൻ്റെ പേരിൽ ഇവർക്കെതിരെ നടപടി എടുത്തിരുന്നത് അത് ആ പോലീസുകാരുടെയും ആ ഇവിടുത്തെ ആ പഞ്ചായത്തിലുള്ള വ്യക്തികളുടെയും അതിന് അധികാരമുള്ള ആൾക്കാരുടെ ഒക്കെ കുറവ് തന്നെയാണ്. ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കാതെ അത് ഇവിടെയും വരെ കൊണ്ടെത്തിച്ചത് ആ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഏതൊരു ഭാഗം കേൾക്കുമ്പോഴും 2 വർഷവും ചിന്തിക്കാൻ നോക്കാം. ഒരു കൈ മാത്രം വീശിയ സൗണ്ട് കേൾക്കില്ല. അങ്ങനെ സൗണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു കൈയോ മറ്റൊരു പ്രതലമോ വന്നിരിക്കണം. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരിക്കലും ആ ടീച്ചറെ ന്യായീകരിക്കുന്നില്ല. അവർ കാണിച്ച വളരെ തെറ്റാണ്. പക്ഷേ അവർ ഈ തെറ്റിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ആ തെറ്റിലേക്ക് നയിക്കാനുണ്ടായ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ബൈ.